morning student. Today I am going to teach political science class 8. Our second chapter is understanding secularism. What is democracy? Democracy means a government of the people, by the people and for the people. Okay? Democracy means a government of the people, by the people and for the people. Okay, do you know secularism? Secularism means equal treatment of all religion by the country. Secularism എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിനും ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൺട്രിയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഏത് മതത്തിൽ വിശ്വസിക്കുവാനുള്ള അവകാശവുമുണ്ട്. അതായത് ഏത് മതം വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യുവാനുള്ള അവകാശം ഉണ്ട്. ഇപ്പൊ സ്റ്റേറ്റിനായിട്ടൊരു മതവും ഇല്ല. സ്റ്റേറ്റിന് ഒരു മതത്തിനും പ്രാധാന്യം കൊടുക്കുന്നില്ല. എല്ലാ മതവും തുല്യമായിട്ടാണ് സ്റ്റേറ്റ് കാണുന്നത്. അപ്പൊ ഇന്ത്യ ഈസ് ഓൾസോ അഡോപ്റ്റഡ് എ സ്ട്രാറ്റജി ഓഫ് സെപ്പറേറ്റിംഗ് ദ പവർ ഓഫ് റിലീജിയൻ ആൻഡ് ദ പവർ ഓഫ് ദ സ്റ്റേറ്റ്. സെക്യുലറിസം റെഫേഴ്സ് ടു ദിസ് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം ദ സ്റ്റേറ്റ്. അപ്പം ഇന്ത്യൻ എന്താണ്, എങ്ങനെയാണ് ദ പവർ ഓഫ് ദ റിലീജിയനും പവർ ഓഫ് ദ സ്റ്റേറ്റിനും വേണ്ടി ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്താണ് സെക്യുലറിസം എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ അവിടെ ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. ഏതെങ്കിലും ഒരു മതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുകയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പണ്ട് കാലത്ത് അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുണ്ട്. ജൂയിഷ് രാഷ്ട്രങ്ങളിലും സൗദി അറേബ്യയിലും ഒക്കെ ഇതുപോലെ എന്താണ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ സെക്യുലറിസം കൂടുതൽ പ്രാധാന്യം ഉള്ളതെന്ന് പറയുന്നത്. ഓക്കെ, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെപ്പറേറ്റ് റിലിജൻ ഫ്രം ദ സ്റ്റേറ്റ്? എന്തുകൊണ്ട് നമ്മുടെ റിലിജനെ സ്റ്റേറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്താലേ ഉള്ളൂ നമ്മുടെ കൺട്രിക്ക് ഡെമോക്രാറ്റിക്കലി ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ കൺട്രി ടു ഫങ്ഷൻ ഡെമോക്രാറ്റിക്കലി. ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ് വിൽ ഹാവ് മോർ ദാൻ വൺ റിലീജിയസ് ഗ്രൂപ്പ് ലിവിങ് ഇൻ ദെം. അതായത് ലോകത്തെ എല്ലാ കൺട്രികളിലും ഒന്നിൽ കൂടുതൽ റിലീജിയസ് ഗ്രൂപ്പ് ഉണ്ട്. ആ റിലിജൻ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് മജോറിറ്റി ആയിരിക്കും. ആ മജോറിറ്റി ഗ്രൂപ്പ് മൈനോറിറ്റി ഗ്രൂപ്പിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ടൈറണി ഓഫ് ദി മജോറിറ്റി കുഡ് റിസൾട്ട് ഇൻ ദ ഡിസ്ക്രിമിനേഷൻ, കോഷൻ ആൻഡ് അറ്റ് ടൈംസ് ഈവൻ ദ കില്ലിംഗ് ഓഫ് റിലീജിയസ് മൈനോറിറ്റീസ്. അതായത് മജോറിറ്റി ഗ്രൂപ്പിന് മൈനോറിറ്റി ഗ്രൂപ്പിൻ്റെ റിലിജൻ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. മജോറിറ്റി ഗ്രൂപ്പിൻ്റെ ടൈറണിയെയും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷനെയും ഇത് ബാധിക്കും. ഇതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റിൽ നിന്നും റിലിജനെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അനദർ റീസൺ that it is important to separate religion from the state in democratic societies is because we also need to protect the freedom of individuals to exit from their religion, embrace another religion or have the freedom to interpret. അതായത് ഇൻഡിവിജ്വലിന് അവരുടെ റിലിജനിൽ നിന്നും എക്സിറ്റ് ചെയ്യുവാനോ വേറെ റിലിജനെ സപ്പോർട്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ റിലിജിയസ് ടീച്ചിങ്ങിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുവാനോ ഉള്ള ഫ്രീഡത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണ് റിലിജനെ സ്റ്റേറ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ അൺടച്ചബിലിറ്റി. വാട്ട് ഈസ് ഇന്ത്യൻ സെക്യുലറിസം? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഇന്ത്യ ഈസ് എ സെക്യുലർ സ്റ്റേറ്റ്. അതായത് ഇന്ത്യയിലെ എല്ലാ റിലിജിനെയും ഈക്വലായിട്ടാണ് സ്റ്റേറ്റ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ഒരു സ്റ്റേറ്റ് എങ്ങനെ സെക്യുലർ ആണെന്ന് പറയാൻ കോൺസ്റ്റിറ്റ്യൂഷൻ 3 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റിലീജിയസ് കമ്മ്യൂണിറ്റി ഡസ് നോട്ട് ഡോമിനേറ്റ് അനദർ. അതായത് ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി മറ്റ് റിലീജിയസ് കമ്മ്യൂണിറ്റിയെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ
that some members do not dominate other members of the same religious community. അതായത് സെയിം റിലീജിയസ് കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് അതേ റിലീജിയസ് കമ്മ്യൂണിറ്റിയുള്ള, അതായത് അവരുടെ തന്നെ വേറെ മെമ്പേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ തേർഡ് വൺ, ദ സ്റ്റേറ്റ് ഡസ് നോട്ട് എൻഫോഴ്സ് എനി പർട്ടിക്കുലർ റിലിജൻ നോർ ടേക്ക് അവേ ദ റിലീജിയസ് ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് ഇൻഡിവിജ്വലിന് ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശവും ഉണ്ട്, എന്നാൽ സ്റ്റേറ്റിന് അവരുടെ റിലിജനെ മാറ്റാൻ പറ്റത്തില്ല. ഈ 3 ഒബ്ജക്റ്റീവ്സ് ആണ് സ്റ്റേറ്റിനെ സെക്യുലർ ആണെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ ഇന്ത്യൻ സ്റ്റേറ്റ് വർക്ക്സ് ഇൻ വേരിയസ് വേസ് ടു പ്രിവെന്റ് ദ എബോ ഡോമിനേഷൻ. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഫസ്റ്റ്, ഇറ്റ് യൂസസ് എ സ്ട്രാറ്റജി ഓഫ് ഡിസ്റ്റൻസിങ് ഇറ്റ്സെൽഫ് ഫ്രം റിലിജൻ. അതായത് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ എന്താണ് അവിടെ പറയുന്നത്? ഇന്ത്യയിൽ ലോ കോർട്ട്, പോലീസ് സ്റ്റേഷന്, ഗവൺമെൻറ് സ്കൂള്, ഓഫീസേഴ്സ്, ഇവർക്കൊന്നും ഏതെങ്കിലും ഒരു റിലിജനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ദ സെക്കൻഡ് വേ ഇൻ വിച്ച് ഇന്ത്യൻ സെക്യുലറിസം വർക്ക്സ് ടു പ്രിവെന്റ് the above domination is through a strategy of non-interference. അതായത് സ്റ്റേറ്റിന് പർട്ടിക്കുലർ റിലീജിയസ് പ്രാക്ടീസിന് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എക്സാമ്പിൾ നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നോക്കി. ഇത് ഗവൺമെൻറ് ഹൈസ്കൂളിലെ കുട്ടികൾക്ക് റിലീജിയസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ ഗവൺമെൻറ് ആയതുകൊണ്ട് ഒരു റിലീജിയനിൽ മാത്രം സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജിൽ ഒരു സിഖുകാരനെയാണ് കാണിക്കുന്നത്. കണ്ടോ, സിഖുകാരൻ്റെ തൊപ്പി മാറ്റി അവൻ്റെ ഹെൽമെറ്റ് വെക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ദ തേർഡ് വേ ഇൻ വിച്ച് ഇന്ത്യൻ സെക്യുലറിസം വർക്ക്സ് ടു പ്രിവെന്റ് the domination listed earlier is through a strategy of intervention. Okay, ഇവിടെ എന്താ പറയുന്നത്? സെയിം റിലിജൻ, അതായത് ഹിന്ദുവിൽ തന്നെ അപ്പർ കാസ്റ്റ് ഉണ്ട്, ലോവർ കാസ്റ്റ് ഉണ്ട്, അല്ലേ? അപ്പം അപ്പർ കാസ്റ്റ്, ഹിന്ദുവിൽ അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റിനെ ഡോമിനേറ്റ് ചെയ്യും, ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. അത് പറ്റത്തില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനത്തെ കാര്യത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇടപെടും. ഇതാ, ഇന്റർവെൻഷൻ ഓഫ് ദ സ്റ്റേറ്റ് ക്യാൻ ഓൾസോ ബി ഇൻ ദ ഫോം ഓഫ് സപ്പോർട്ട്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻസ് ദ റൈറ്റ് ടു റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ടു സെറ്റപ്പ് ദെയർ ഓൺ സ്കൂൾസ് ആൻഡ് കോളേജസ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലീജിയസ് കമ്മ്യൂണിറ്റിക്ക് അവരുടെ തന്നെ സ്കൂളും കോളേജുകളും തുറക്കുവാനുള്ള ഗ്രാൻഡ് കൊടുത്തു. ഓക്കെ, ഇതുപോലെ തന്നെ വേറെ ചില കൺട്രിയിലും സിമിലർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ഫസ്റ്റ് അമെൻമെൻറ്റ് ഓഫ് ദി US Constitution prohibits the legislature from making laws respecting an establishment of religion or that prohibit the free exercise of religion. What is meant by the word establishment is that the legislature cannot declare any religion as the official religion, nor can they give a preference to one religion. അതായത് ലെജിസ്ലേച്ചറിന് ഒരു റിലിജനെ ഒഫീഷ്യൽ റിലിജൻ ആക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു റിലിജന് പ്രിഫറൻസ് കൊടുക്കാനും പറ്റത്തില്ല. അവിടെ USA സ്റ്റേറ്റും റിലിജനും സെപ്പറേറ്റ് ആണ്. അതായത് സ്റ്റേറ്റ് റിലിജന്റെ കാര്യത്തിൽ ഇന്റർഫറൻസ് ചെയ്യാനോ റിലിജന് സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഇന്റർഫറൻസ് ചെയ്യാനോ പറ്റില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യയും തമ്മിൽ സെക്യുലറിസത്തിൽ വ്യത്യാസമുണ്ട്. അതായത് സ്റ്റേറ്റും റിലിജനും തമ്മിൽ സ്ട്രിക്റ്റ് സെപ്പറേഷനാണ് അമേരിക്കൻ സെക്യുലറിസത്തിൽ ഉള്ളത്. ഓക്കെ, ഇന്ത്യൻ സെക്യുലറിസത്തിനകത്ത് സ്റ്റേറ്റിന് റിലീജിയസ് അഫേഴ്സിൽ
ഇൻ്റർഫറൻസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എക്സാമ്പിൾ അൺടച്ചബിലിറ്റി, അതിൽ ഇൻ്റർഫറൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ആ ഇൻ്റർഫറൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ചില കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ ചെയ്യുവാൻ പറ്റത്തുള്ളൂ. The Indian Constitution guarantees fundamental rights that are based on these secular principles.